നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷെനു. പ്രധാന വാർത്തകൾ. ജനകീയ കലാകായിക സമിതി ഉയരങ്ങളിലേക്ക്. ഗാലക്സി ക്ലബ് ഓണം നറുക്കെടുപ്പ് വിജയകരമായി പൂർത്തീകരിച്ചു. വെള്ളിയാർപുഴയിൽ ജലനിരപ്പ് ഉയർന്നു, കർഷകർ ആശങ്കയിൽ. എടത്തനാട്ടുകര എരങ്ങോട്ടുകുന്ന് അംഗൻവാടിയിൽ പുതിയ പൈപ്പ് ലൈൻ നിർമ്മിച്ചു. ഉദ്ഘാടനം ശ്രീ മുഹമ്മദ് ഷെരീഫ് വിജയകരമായി പൂർത്തീകരിച്ചു. വാർത്തകൾ വിശദമായി. ജനകീയ കലാകായിക സമിതി ഉയരങ്ങളിലേക്ക്. കൂടുതൽ വാർത്തകളുമായി. 2012 നിലവിൽ വന്ന കലാകായിക സമിതി ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമിതിയാണ്. ഈ സമിതിയിൽ 50ഓളം മെമ്പർമാർ ചേർന്നുകൊണ്ട് നാട്ടിലെ പൊതുപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു സമിതിയാണ്. ഗാലക്സി ക്ലബ്ബ് ഓണം നറുക്കെടുപ്പ് വിജയകരമായി പൂർത്തീകരിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക്. ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ചുണ്ടായ നറുക്കെടുപ്പ് വിജയകരമായി പൂർത്തീകരിച്ചു. അതിഥിയായി എത്തിയ ബിനു ആണ് നറുക്കെടുത്തത്. വൈസ് പ്രസിഡന്റായ ജംഷീർ നറുക്കെടുപ്പിന് നേതൃത്വം നൽകി. ഒന്നാം സമ്മാനമായ സ്വർണ്ണമോതിരം ഷിഫ മെഡിക്കൽസ് അലനല്ലൂരിനാണ് ലഭിച്ചത്. നറുക്കെടുപ്പ് രാവിലെ 10 മണിക്കാണ് നടന്നത്. വെള്ളിയാർപുഴയിൽ ജലനിരപ്പ് ഉയർന്നു, കർഷകർ ആശങ്കയിൽ. കൂടുതൽ വാർത്തകളിലേക്ക്. വെള്ളിയാർപുഴ കരകവിഞ്ഞൊഴുകിയതിനാൽ പ്രദേശത്തെ കർഷകർ ആശങ്കയിൽ. 2 ആഴ്ചത്തോളം പ്രദേശത്ത് വള്ളം കയറി നിന്നതുകൊണ്ട് കൃഷി മുഴുവൻ നശിച്ചു പോയെന്ന പരാതിയുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാനാണ് കർഷകർ ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. പ്രദേശത്തെ കൃഷി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. എടത്തനാട്ടുകര എരങ്ങോട്ടുകുന്ന് അംഗൻവാടിയിൽ പുതിയ പൈപ്പ് ലൈൻ നിർമ്മിച്ചു. ഉദ്ഘാടനം ശ്രീ മുഹമ്മദ് ഷെരീഫ് വിജയകരമായി പൂർത്തീകരിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക്. എടത്തനാട്ടുകര എരങ്ങോട്ടുകുന്ന് അംഗൻവാടിയുടെ പുതിയ പൈപ്പ് ലൈൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ മുഹമ്മദ് ഷെരീഫാണ് ഉദ്ഘാടകനായി എത്തിയത്. ഉദ്ഘാടനം വളരെ ഭംഗിയായി നിർവഹിച്ച് ശ്രീ ഷെരീഫ് സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങിക്കഴിഞ്ഞു. ഈ പൈപ്പ് ലൈൻ അംഗനവാടിക്ക് വളരെ ഉപകാരമായി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിൻ അരമണിക്കൂറിന് ശേഷം.